അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നറിയില്ല, ഒരു രക്ഷയില്ലടേ. കാരണം നെവിനെ ഈ ചില ആൾക്കാരെ ഉണ്ടല്ലോ, നമ്മൾ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ ഭയങ്കര പ്രശ്നമായി മാറും. ലാലേട്ടനും ബിഗ് ബോസും ഒക്കെ പല പ്രാവശ്യം നെവിനെതിരെ കണ്ണടച്ച് നെവിനൊരു ഭയങ്കര വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമായി മാറിയിരിക്കുകയാണ്. ഇപ്പം പഴയതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ നെവിന് ദേഷ്യമുള്ളത് അനിമോളോട് തന്നെയാണ്. അനിമോൾ കിടന്നുറങ്ങുന്നിടത്ത് അനിമോളുടെ മുഖത്ത് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുക, അത് ചരുവത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് ബെഡേലൊക്കെ കൊണ്ട് ഒഴിക്കുക എന്ന് പറയുമ്പോൾ ഇത് വെറുപ്പീരിൻ്റെ വേറെ ലെവലാണ്. ഇത് നെവിൻ വിചാരിക്കുന്നത് അനിമോളോട് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നെവിൻ ഏതാണ് പുറത്ത് ഏതാണ് സപ്പോർട്ട് ചെയ്യും കിട്ടുമെന്ന് വിചാരിച്ചെങ്കിൽ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ നെവിനാണ് അനിമോളുടെ PR. കാരണം നെവിൻ ഏതെങ്കിലുമൊക്കെ കാണിക്കുന്നതിനനുസരിച്ച് അനിമോളുടെ സപ്പോർട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പാവം നെവിൻ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് നിൽക്കേണ്ട സമയത്ത് പറയേണ്ട സമയത്ത് നെവിനെ നിലയ്ക്ക് നിർത്തണമായിരുന്നു. അത് കഴിഞ്ഞില്ല. നെവിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു, സ്നേഹത്തിൽ പെരുമാറുന്നു. ഇതൊക്കെ നെവിനെ കൂടുതൽ ബാധിച്ചു. ഇന്ന് ബിഗ് ബോസ് പലതവണ വാണിംഗ് കൊടുക്കേണ്ടി വന്നു നെവിന്. ഇന്നലെ കിടന്ന് ഉറങ്ങിയപ്പോൾ വാണിംഗ് കൊടുക്കേണ്ടി വന്നു. എന്താ ഈ തമാശ മട്ടി കാണിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് ശക്തമായ വാണിംഗ് കൊടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഭരിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് നെവിനൊരു അഹങ്കാരം. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം നെവിനെ ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റനും കൂടെ ആക്കി കഴിഞ്ഞപ്പം ഒന്നും പറയണ്ട. ഞാൻ ക്യാപ്റ്റനാണ്, ഇവിടെ ഞാൻ പറയുന്നതാണ് തീരുമാനം എന്ന് പറയുന്ന നെവിനെ, ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന നെവിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇന്ന് ടാസ്കൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാം വല്ലാതെ ക്ഷീണിച്ചു. കുറച്ച് നേരം ഉണ്ടായിരുന്ന ടാസ്ക്. അങ്ങനെ ഇവരെല്ലാം കിടക്കുകയാണ്. കിടക്കുമ്പോൾ ചിലവരൊക്കെ ഉറങ്ങുന്നുണ്ട്, ചിലവരൊന്നും ഉറങ്ങുന്നില്ല. അപ്പം ആര്യനും ക്യാപ്റ്റനാണല്ലോ. ഒരു 3 പേരല്ലേ ക്യാപ്റ്റനടി. അതാണ് ഏറ്റവും വലിയ തമാശ. ഇവർ വന്ന് വിളിക്കുകയാണ്, എടാ എണ്ണീറ എന്ന് പറഞ്ഞിട്ട് ആരും വളരെ മാന്യമായ രീതിയിൽ വിളിക്കുന്നത് കണ്ടു. അപ്പം നെവിൻ ഇങ്ങോട്ട് വന്നിട്ട് സാബു അവിടെ കിടപ്പുണ്ട്, ഷാനവാസ് കിടപ്പുണ്ട്, പലരും കിടപ്പുണ്ട്. അവരുടെ ഒന്നും അടുത്തില്ലാതെ അനിമോൾ അവിടെ കിടക്കുകയാണ്. അനിമോൾ ഉണർന്നാണ് കിടക്കുന്നത്. അപ്പോൾ അനിമോളുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എണ്ണിക്കണം, ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ്, നിങ്ങൾ ബെഡിൽ നിന്ന് എണ്ണിച്ച് മാറിയേ പറ്റൂ. അപ്പോൾ അനിമോൾ പറയുന്നുണ്ട്, എൻ്റെ ബെഡ് ഞാൻ കിടക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, പറ്റില്ല, ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനാണ്, ഇവിടെ നിന്ന് എണ്ണിച്ച് മാറിയേ പറ്റൂ. എടാ, ആദ്യത്തെ ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു ബിഗ് ബോസ്. എത്ര ക്യാപ്റ്റന്മാരെ കണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ നെവിന് ഒരു പ്രാവശ്യം ക്യാപ്റ്റനും ആയതാണ്. എന്നിട്ട് ഈ അഹങ്കാരമാണ് സഹിക്കാൻ വയ്യാത്തത്. അപ്പം കുറച്ച് ആര്യനോട് പറയുന്നു, പോയി ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ. ആര്യൻ ആദ്യമേ മേടിച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റനല്ലേ പറയുന്നത്. പോയി എടുത്തുകൊണ്ട് വന്നു, ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അനിമോളുടെ മുഖത്തം ഒഴിക്കുകയാണ്. അതിപ്പോൾ അനിമോൾ ചാടി എണ്ണിച്ചിട്ട് നെവിനെ കുറച്ച് വാട്ടർ ബോട്ടിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് നെവിൻ്റെ മേത്തൊഴിക്കുന്നു. അപ്പോൾ നെവിന് ആ കപ്പ് വെള്ളം മൊത്തം അനിമോളുടെ തലവഴിങ്ങാൻ ഒഴിക്കുന്നു. അതങ്ങ് ആകെപ്പാടെ ഫൈറ്റായി. അങ്ങ് അവസാനം ആ കിച്ചണിൽ പോയി ഒരു ചരുവത്തിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ ബെഡിലോട്ട് കൊണ്ടൊഴിക്കുകയാണ് ചെയ്യുന്നത്. എടാ, ഇത് അഹങ്കാരമാണ്. അഹങ്കാരത്തിൻ്റെ ലെവലങ്ങ് മാറിയിരിക്കുകയാണ്. ഇത് ഇനി പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമേലെ എന്തോ ഒരു വലിയ സംഭവമാണെന്ന് തോന്നി. ഈ അനിമോളോട് നെവിന് ഇങ്ങനെ ഇത്രയും ദേഷ്യം ഉണ്ടാകാൻ എന്നാണ് കാരണം. ആദ്യ സമയത്ത് അനിമോളെ എന്ന് പറഞ്ഞ് പുറകെ നടന്ന നെവിന് എന്താണിപ്പോൾ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇനി അനിമോളോട് വല്ല പ്രേമം വല്ലതും തോന്നിയതാണ്. അവസാനം ഇത് നമ്മൾ കാണാത്ത വല്ല സംഭവം ഉണ്ടോ ഇതിൻ്റെ ഇടയിലൊന്നും നമുക്കറിയില്ല. ഏതായാലും അനിമോളോടും ഭയങ്കര ദേഷ്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് നിലയ്ക്ക് നിർത്തേണ്ട സമയമായി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഒരു വല്ലാത്ത, ഇന്ന് തന്നെ പല തവണ ഇത് ആവർത്തിച്ചു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പല തവണ കണ്ടതാണ്. ഇപ്പോൾ ഈ ബെഡിലൊക്കെ വെള്ളം ഒഴിക്കുക, ഒരാളുടെ പേഴ്സണൽ ഇത് ചെന്നിട്ട് വെള്ളം എടുത്ത് ഒഴിക്കുക, അയാൾക്ക് എവിടെ കിടക്കാൻ പോലും ഇല്ല. അതുമല്ല, ബെഡിൽ കിടക്കരുതെന്ന് പറയാൻ നെവിൻ ആരാണ്? എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ തവണ കിടന്നുറങ്ങിയിട്ടുള്ള വ്യക്തി എന്ന് പറയാൻ നെവിനാണ്. പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെവിൻ കിടക്കുന്ന ബെഡിൽ കൊണ്ട് അനിമോള് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം കോരി ഒഴിച്ചാൽ എന്തായാലും സംഭവം ഉണ്ടാകുന്നല്ലേ. ഇതൊന്നും ആലോചിക്കാതാണ് നെവിൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നെവിന് യാതൊരു ലിമിറ്റും ഇല്ല. ഇനി ലാലേട്ടൻ വരുമ്പോൾ എന്താ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇത് വലിയ പ്രശ്നത്തെ കലാശിക്കും.
ഏതായാലും ബിഗ് ബോസിന് ഏകദേശമൊക്കെ കാര്യങ്ങൾ പിടിവിട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ട് നെവിനോട് പെരുമാറുന്നതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം അനുമോൾ അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബിഗ് ബോസിൻ്റെ എന്താണ് നെവിനോട് ഇത്ര പ്രണയം എന്നൊക്കെ അനുമോൾ തുറന്നടിച്ച് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിനോട്. പ്രണയമൊന്നല്ല, നെവിൻ എന്ത് കാണിച്ചാലും അതൊരു തെറ്റാനില്ല, എന്തോ ഒരു സംഭവം നെവിനുണ്ട് എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ബിഗ് ബോസിന് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ ലാലേട്ടൻ വരുമ്പം ചിലപ്പം അനുമോൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പം അനുമോളെ ഫയർ ചെയ്യുന്നത് അല്ലേ. അപ്പം നെവിന് വീണ്ടും രക്ഷപ്പെടാനുള്ള അവസരമാണ്. ഏതായാലും നെവിൻ്റെ ഈ വിഷയമുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോളുടെ വോട്ട് കൂടാനേ സഹായിക്കത്തുള്ളൂ. നെവിന് അനുമോളെ പുറകെ നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അനുമോളുടെ പുറത്തെ പ്രേക്ഷക പിന്തുണ കൂടിക്കൊണ്ടേയിരിക്കും. അത് 100% ഉറപ്പാണ്. കണ്ടന്റ് ഇല്ലാതെ വിഷമിക്കുന്ന അനുമോൾക്ക് കണ്ടന്റ് കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പം നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലാസ്റ്റ് ലെവലായി കഴിയുമ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലൊക്കെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് നെവിൻ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കി ഈ സ്ക്രീൻ സ്പേസും കണ്ടന്റും ഒക്കെ അനുമോൾക്ക് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനുമോളൊരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ അനുമോളിലെ PR, യഥാർത്ഥ PR എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനകത്ത് തന്നെ ഉണ്ട്. അത് നെവിനാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ചൂട് വെച്ച് ആര്യനോ അക്ബറും ബിഗ് ബോസും ഒക്കെ തന്നെ അനുമോളിലെ PR ആയിട്ട് മാറുന്നുണ്ട്. അതാണ് അവസ്ഥ. അനുമോളെ ഏറ്റവും കൂടുതൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനുമോളുടെ ജനപിന്തുണ കൂടിക്കൊണ്ടിരിക്കും. അത് എല്ലാ സീസണിലും അങ്ങനെയാണ്. നമ്മൾ ഏത് സീസൺ എടുത്ത് നോക്കിയാലും അകത്ത് ഇവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുറത്ത് പിന്തുണ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ജനങ്ങളുടെ പൾസ്. അത് മനസ്സിലാക്കുക. അത് നെവിൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തോ നെവിൻ അങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ലേ. ഏതായാലും ബിഗ് ബോസിൻ്റെ വിജയ കിരീടത്തിലേക്ക് അനുമോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നെവിൻ്റെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഭയങ്കര ഫൈറ്റ് നടക്കേണ്ട ഒരു സീസണായിരുന്നു ഇത്. പക്ഷേ നെവിൻ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അത് അനുമോൾക്ക് ഗുണമായി വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് അറിയാം. ലാലേട്ടൻ വരുമ്പോൾ ഇതിനെതിരെ എന്ന് പറയുമോ എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം ലാലേട്ടൻ ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ അത്യാവശ്യമാണ്. കാരണം വേറെ ലെവലാണ്. നെവിൻ ഇന്ന് തന്നെ ഷാനവാസിനോട് പറയുന്നു, വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കും, വെച്ചിട്ട് കഴിച്ച് വേണമെങ്കിൽ തിന്നിട്ട് പോടാന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ തിന്നിട്ട്. അത് നെവിൻ അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ ഇപ്പം അനുമോളോ അനീഷോ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ പ്രളയം ഉണ്ടായേനെ. ലാലേട്ടൻ വരുമ്പോൾ അവരെ പൊരിച്ചേനെ. ഇപ്പം നെവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം തുടർച്ചയായിട്ട് നെവിൻ്റെ പെരുമാറ്റം, പ്രത്യേകിച്ച് ക്യാപ്റ്റനായി ഇത് ഇനിയും ബിഗ് ബോസിൻ്റെ കൊച്ചുമോനെ പോലെയാണ് നെവിൻ്റെ പെരുമാറ്റം പലപ്പോഴും. കാരണം എൻ്റെ വീട്ടിൽ ഇവരെല്ലാം കൂടെ കയറി വന്ന് താമസിച്ചതുപോലാണ് നെവിൻ്റെ പെരുമാറ്റം. എൻ്റെ ആഹാരം, എൻ്റെ ബെഡ് എന്ന് പറയുന്ന പോലെ അവസ്ഥയാണ് നെവിൻ കാട്ടിക്കൂട്ടുന്നത്. ഏതായാലും മഹാകഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂ. ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം എഴുതുക. അപ്പോൾ എപ്പിസോഡിനകത്ത് ഇത് കാണിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രൊമോ ഒക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ലൈവ് കണ്ടപ്പോൾ മഹാകഷ്ടം എന്ന് തന്നെ തോന്നിയത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഒക്കെ.